ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ ശല്യം സഹിക്കാനാകാതെ തന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും സുധീഷാണ് തന്റെ ഭർത്താവെന്നും തന്നെ ഇനി ഒരു രീതിയിലും ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥിന് താക്കീത് കൊടുക്കുകയാണ്. ജോലിയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥും സുഭാഷും കൂടി കാണുകയും നിധിയും സുധീഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സിദ്ധാർത്ഥ സുഭാഷിനോട് ചോദിക്കുകയുമാണ്. നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നടന്നത് എങ്ങനെയാണെന്നും പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതവും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യവുമെല്ലാം സുഭാഷ് സിദ്ധാർത്ഥനോട് പറയുന്നു. തുടർന്ന് ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി, ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ നിധി താമസിക്കേണ്ട, താൻ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം, അവിടേക്ക് എത്രയും പെട്ടെന്ന് മാറണമെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥിനെ എതിർത്ത് നിധി കിളിക്കൂട്ടിലേക്ക് വന്ന് സുഭാഷിനെ ചോദ്യം ചെയ്യുകയും സുഭാഷ് ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ഒച്ച വെക്കുകയും ഒക്കെയാണ്. സുധീഷ് ദേഷ്യത്തോടുകൂടി സുഭാഷിനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ തടയുകയാണ് ഹരീഷ്. അവനോട് പോയി എന്തിനാ നിധിയെ കുറിച്ചും എന്നെ കുറിച്ചും പറഞ്ഞെന്ന് ചോദിച്ച് സുധീഷ് സുഭാഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയും തടയാനായി വന്ന ഹരീഷിന്റെ കരണമുഖ ചടിക്കുകയുമാണ്. അടികൊണ്ട് ഹരീഷ് താഴേക്ക് വീണുമ്പോൾ ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് നീതുവും സുഭാഷും. ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് നിധി. നിധിയും സുധീഷും ഭാര്യ ഭർത്താക്കന്മാരായല്ല ജീവിക്കുന്നതെന്നറിഞ്ഞ് ഞെട്ടി നിൽക്കുന്ന നീതു അടികൊണ്ട് നിൽക്കുന്ന ഹരീഷിനെ പിന്നിലേക്ക് നിർത്തി ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ കൺമുന്നിൽ വെച്ച് ഹരീഷിനെ അടിക്കുന്നത് എന്തിനാ? വലിയ ഹീറോ ആണെന്നാണോ വിചാരം? അവൻ എന്ത് ചെയ്തിട്ടാ അവനെ ഇങ്ങനെ തല്ലുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നീതു മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നീതു ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ വീട്ടിലേക്ക് പോകുന്നത്? ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോണമെന്നോ? നിങ്ങൾ കുറെ നാളായല്ലോ ഹരീഷിനെ തല്ലുന്നു. ഹരീഷ് നീതു എന്ന് വിളിക്കുമ്പോൾ നീതു സുധീഷിനോട് ചോദിക്കുന്നു, ഞാൻ ഹരീഷിന്റെ കടയിൽ വന്നിരിക്കുമ്പോഴും ഹരീഷുമായി ചിരിച്ചു സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ദേഷ്യം? എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, നീതു നീ ഒന്നും മിണ്ടാ നിൽക്ക്. ഹരീഷിനെ തടഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, ഹരീഷ് മിണ്ടരുത്, ഞാനും ഹരീഷും തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ. ഞാൻ അവന്റെ കടയിൽ വന്നിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഹരീഷിന്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ ഇത്രയും നാളും ഒന്നും പറയാതിരുന്നത്. ഇപ്പൊ എന്റെ കൺമുന്നിൽ വെച്ച് ഹരീഷിനെ തള്ളിയിടുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മറുപടി പറയുമോ? നീതു നീ ഒന്നും മിണ്ടാ നിൽക്കുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഹരീഷ് നീ മിണ്ടാ നിൽക്ക്, നിനക്ക് ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ചോദിക്കും നിനക്ക് വേണ്ടി, നീ എന്താ അടിമയാണോ? ഇയാള് നിന്നെ തല്ലുമ്പോൾ അടി വാങ്ങി നീ എന്തിനാ മിണ്ടാ നിൽക്കുന്നത്? ഇനി അടി കൊണ്ട് നീ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിക്കും. എന്റെ ഹരീഷിന് വേണ്ടി ചോദിക്കാൻ ഞാനുണ്ട്. എന്റെ ഹരീഷിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമുള്ളത്? നിങ്ങളുടെ കല്യാണം ഫേക്ക് മാരേജ് അല്ലായിരുന്നോ? നിങ്ങൾ നന്നായി അഭിനയിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും കല്യാണം കഴിച്ച പ്രണയ ജോഡികളായിട്ട് അഭിനയിച്ച് തകർക്കുകയല്ലായിരുന്നു. ഞങ്ങളെന്താ നിങ്ങളെ പോലെയാണോ? ഞങ്ങള് ശരിക്കും പ്രണയിക്കുന്നവരാ. അതിപ്പോ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള ഞങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? ഞാൻ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്, ഇതുപോലൊരു കഥ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഒരു കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വീട് വിട്ട് ഓടി വന്നിട്ട് അടുത്തത് അച്ഛന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഫേക്ക് മാരേജ് നടത്തി. എന്തൊക്കെയാ ഞാൻ ഈ കേട്ടത്? ഇങ്ങനെ ഫേക്ക് മാരേജ് ഒക്കെ നടത്താൻ പറ്റുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ കേട്ടത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, നീതു നീ ഒന്നും മിണ്ടാ നിൽക്കുവോ? ഇത് കേട്ട് നീതു ചോദിക്കുന്നു, ഞാൻ എന്തിനാ ഹരീഷ് മിണ്ടാ നിൽക്കുന്നത്? എനിക്ക് നിന്നെ പോലെ അടിമയായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഇത്രയും വലിയൊരു സത്യം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനായിരുന്നു? നിധിയാണ് ഈ വീടിന്റെ വിളക്ക്. നിധി വന്നതിന് ശേഷമാണ് ഈ വീട് ഒരു വീടായി മാറിയത്. ഏട്ടത്തിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു സ്നേഹം അനിയന്മാർക്ക്. നിധി നിൽക്കുവാണെങ്കിൽ ഈ വീട് നിൽക്കണം, നിധി ഇരിക്കുകയാണെങ്കിൽ ഈ വീട് ഇരിക്കണം. ഇവരെന്തെങ്കിലും പറഞ്ഞാൽ വീട് തലകുത്തനെ നിർത്തിയിട്ടാണെങ്കിലും അവര് പറയുന്നത് പോലെ തന്നെ ചെയ്യും. എന്നോട് പോലും ഒരു അമ്മായിയമ്മയെ പോലെ അവര് പെരുമാറിയത്. ഇത് കേട്ട് നിധി ചോദിക്കേണ്ട, ഞാൻ എപ്പോഴാ നിന്നോട് അമ്മായിയമ്മയെ പോലെ പെരുമാറിയത്? വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ? അപ്പൊ നീതു പറയണ, നിങ്ങൾ എപ്പോഴും എന്നോട് അങ്ങനെ തന്നെയാ പെരുമാറിയിട്ടുള്ളത്. ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, നീ എന്താടി നിധിയുടെ നേരെ ചാടിക്കൊണ്ട് ചെല്ലുന്നത്? ഹരീഷ് ഇവളോട് മിണ്ടാൻ നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഇവളുടെ പല്ലടിച്ച് താഴെ ഇടും ഞാൻ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഒന്ന് മിണ്ടാ നിൽക്ക്, ഞാൻ സംസാരിച്ചോളാം അവളോട്. നീതു നീ എന്താ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുകയാണോ? നിനക്കൊന്ന് മിണ്ടാ നിന്നൂടെ? നീതു ചോദിക്കുന്നു, ഹരീഷ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ചേട്ടൻ എന്റെ പല്ലടിച്ച് താഴെയിടുമെന്ന് പറയുന്നു, നിന്നെ അടിച്ച് തള്ളിയിടുന്നു. ഇതൊക്കെ എതിർക്കുകയല്ലേ ഞാൻ ചെയ്തുള്ളൂ, അതിന് നീ എന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം കേട്ട് ഭാസ്കരൻ പറയുന്നു, നിർത്തുന്നുണ്ടോ? ഇപ്പൊ എന്താ വേണ്ടത്? ഇവിടെ ഉള്ളവരെല്ലാം വെട്ടിയും കുത്തിയും ചാവണോ? അതിനാണോ നീ ശ്രമിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീതു ചോദിക്കുന്നു, ഞാനാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ നീതു ചോദിക്കാണ്, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഭാഗത്ത് ന്യായമുണ്ടോ? അതിനെ എതിർത്ത് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഹരീഷിന്റെ അച്ഛനും ഇവിടെയുള്ള എല്ലാവരും എന്നെ എതിർക്കാൻ തുടങ്ങും. ഈ മാഡം സുഭാഷ് ഏട്ടന് വിവരമില്ലെന്ന് ചോദിക്കുന്നു. അപ്പോഴാരും ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. ഇതിൽ എന്ത് ന്യായമാ ഉള്ളത്? നീതുവിന്റെ കയ്യിൽ പിടിച്ച് ഹരീഷ് പറയണ, നീതു നീ വീട്ടിലേക്ക് പോ. അപ്പൊ നീതു ചോദിക്കണ, ഞാൻ എന്തിനാ ഹരീഷെ വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ആരും ആരോടും മറുപടി പറയണ്ട,
നീ ആദ്യം പോകാൻ നോക്ക്. അങ്ങനെ ഹരീഷ് നീതുവിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് നീതു പറയുന്നു, വിടാനല്ലേ പറഞ്ഞത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, നീതു ഇപ്പൊ പോ, പിന്നെ സംസാരിക്കാം. അപ്പൊ നീതു പറയുകയാണ്, ഹരീഷെ എനിക്കിപ്പൊ പോകാൻ പറ്റില്ല പോന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി നീതുവിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ് ഹരീഷ്. ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, ഹരീഷെ ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതെ അവര് വഴക്ക് കൂടാതെ നോക്കണമല്ലോ. സുഭാഷേട്ടൻ നല്ലവനല്ലേ. പ്രശ്നം അവരുടെ ഇടയിലേക്കായപ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചതിനാദ്യം മറുപടി പറ. ആ സിദ്ധാർത്ഥ് ചോദിച്ച ഉടനെ എല്ലാ കഥയും പറയണമായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അറിയാതെ പറയാൻ എന്താ, 5 വയസ്സുള്ള കുട്ടിയാണോ സുഭാഷേട്ടൻ? നീതു ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ഇല്ലാത്ത കാര്യം വല്ലതുമാണോ പറഞ്ഞത്? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഇത് കേട്ട് ഹരീഷ് നീതു എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ ഹരീഷ് ഞാൻ വീണ്ടും പറയുക, എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. അവളോട് മിണ്ടാ നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ അവളെ അടിച്ചിറക്കി വിടും ഞാൻ. ഇത് കേട്ട് നീതു പറയുകയാണ്, ആ അടിച്ചിറക്കും, ഒന്ന് കാണട്ടെ. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എന്റെ കൈ എന്താ പൂ പറിക്കാൻ പോകുമോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, നീതു നീ പോകാൻ നോക്ക്. അപ്പൊ നീതു ചോദിക്കുന്നു, ഹരീഷ് നീ എന്തിനാ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത്? എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലാന്ന് നീ നിന്റെ ചേട്ടനോട് പറ. എന്നെ എന്തിനാ നീ വഴക്ക് പറയുന്നത്? എന്നോട് എന്തിനാ പോകാൻ പറയുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, നീതു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, നീ ഇപ്പൊ പോ. അപ്പൊ നീതു പറയുകയാണ്, ഹരീഷ് എന്നെ വിട്, എനിക്കിപ്പോ പോകാൻ പറ്റില്ല. ഞാനാണോ തെറ്റ് ചെയ്തത്? എന്റെ പല്ലടിച്ച് താഴെ ഇടുമെന്ന് നിന്റെ ചേട്ടൻ പറയുന്നു. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാ നിൽക്കണോ? ഈ വീട്ടിലുള്ളവരൊക്കെ എന്ത് മനുഷ്യരാ. ഇയാൾ എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന നീ പോലും നിന്റെ ചേട്ടനെ എതിർത്ത് ഒരു വാക്ക് പറഞ്ഞില്ല. എന്നോട് പോന്ന് പറഞ്ഞ് വിരട്ടുകയാണ് നീ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം ഇതല്ല നീതു, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇപ്പൊ പോ. ഇത് കേട്ട് നീതു പറയുകയാണ്, ഹരീഷ് ഇവിടെ ഞാൻ ഒരുത്തി മാത്രമാണ് ന്യായം ചോദിക്കുന്നത്, നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്നെ നീ എന്തിനാ ഇങ്ങനെ വിരട്ടുന്നത്? തലയിൽ കൈവച്ച് സുധീഷ് പറയുകയാണ്, ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ട ഇവള്. നീതു ചോദിക്കുന്നു, ഞാനിപ്പോ ഇവിടുന്ന് പോയാൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്ന ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, ഞാൻ പോകില്ല ഹരീഷെ, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നീതുവിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹരീഷ്. ഇത് കണ്ട് ഭാസ്കരൻ പറയുന്നു, കൊണ്ടുപോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായി വന്നിരിക്കുക, എന്നെ വിടെന്ന് പറഞ്ഞ് നീതു ബഹളം വെക്കുമ്പോൾ നീതുവിനെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന ഹരീഷ് പറയുന്നു, ദയവ് ചെയ്ത് നീ വീട്ടിലേക്ക് പോ, നമുക്ക് രാവിലെ സംസാരിക്കാം. നീതു ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണല്ലേ? ഇത് ഞാൻ മറക്കില്ല ഹരീഷെ, ഇതൊരു വീടാണോ? ഈ വീടിനകത്ത് മുഴുവൻ നുണയാ. ഇത്രയും നാളും നീ എന്നിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ലവ് ആണ് റിയല്. ചിലരൊക്കെ കല്യാണം കഴിച്ചാലും അവരുടേത് ഫേക്ക് മാരേജാ. ഒരു ഫേക്ക് കല്യാണം നടത്തിയിട്ട് എല്ലാവരും മേട്ടത്തിയെ പുകഴ്ത്തുകയല്ലായിരുന്നു. നമ്മളാ ഹരീഷ് ഒറിജിനൽ ലവേഴ്സ്. അവര് പ്രണയിച്ചതെല്ലാം ഫേക്കാ, കല്യാണം കഴിച്ച് ജീവിക്കുന്നതും ഫേക്ക്, മൊത്തം ഫേക്കാ. നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി നീതുവിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുകയാണ്, നീ എന്തിനാടി വാതുക്ക് നിന്ന് ബഹളം വെക്കുന്നത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, മര്യാദയ്ക്ക് നീ വീട്ടിലേക്ക് പോകുന്നതാ നല്ലത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടാ അകത്തു പോ, ഞാൻ സംസാരിച്ചോളാം. നീതു നിന്നോടല്ല പറഞ്ഞത് ഇവിടുന്ന് പോകാൻ. ഞാൻ പറയുന്നത് എന്താ ഹരീഷ് മനസ്സിലാക്കാത്തെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇപ്പൊ നീ ഒന്ന് പോ. ഇത് കേട്ട് നീതു പറയുകയാണ്, ഞാൻ പോവാം. നിനക്ക് വേണ്ടി സംസാരിച്ച് എന്നെ വിരട്ടുകയല്ലേ നീ എന്റെ അരികെ വരും, അപ്പൊ ഞാനും ഇതേപോലെ പറയും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ആ പറയണം, അവൻ വരുമ്പോ പറഞ്ഞാ പോരെ, ഇപ്പൊ നീ ചെല്ല. ദേഷ്യത്തോടു കൂടി സുധീഷിനെ അത് നോക്കിയിട്ട് നീതു അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വരുന്ന സുധീഷ് പറയുകയാണ്, എന്റെ വിധി, ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ടാ ഇവള് വാതുക്ക നിന്ന് ഫേക്ക് മാരേജ് എന്ന് പറഞ്ഞ് വളം വെക്കുന്നത്. ഇനി അടുത്തുള്ളവരെല്ലാം വന്ന് ചോദിക്കണം, നിങ്ങളുടെ കല്യാണം ഫേക്ക് മാരേജ് ആയിരുന്നോന്ന്. അതേ ഉള്ളു ഇനി ബാക്കി. അരികിലേക്ക് വന്ന വിഷമത്തോടു കൂടി സുഭാഷ് പറയുന്നു, സുധീഷെ സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ട് നിധി പറയുന്നു, അറിയണമായിരുന്നു സുഭാഷേട്ടാ, പ്രായത്തിൽ മൂത്ത ആളാണ് സുഭാഷേട്ടൻ, ഇതൊക്കെ ആലോചിക്കണം. ആ സിദ്ധാർത്ഥാര നമ്മുടെ ബന്ധുവാണോ അതോ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ബോസ്, അത്രേ ഉള്ളൂ. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പറ്റി അയാൾ എത്ര മനസ്സിലാക്കണം അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. എന്തിനാ എന്റെ കഥ മുഴുവൻ അയാളോട് പറയുന്നത്? സിദ്ധാർത്ഥ് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ സുധീഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കസിൻ എന്നാ പറഞ്ഞത്, അല്ലാതെ മുഴുവൻ കഥയും പറഞ്ഞില്ലല്ലോ. അയാളുടെ ശല്യം സഹിക്കാനാകാതെ ഒഴിവാക്കാൻ വേറെ വഴിയില്ലാതെ ഞാൻ സുധീഷ് എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സിദ്ധാർത്ഥിനെ വാൺ ചെയ്തപ്പോൾ സൈലന്റ് ആയിട്ട് സുഭാഷേട്ടൻ മൊത്തം കഥയും അയാൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോളോട് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് അറിയില്ലായിരുന്നു. സുധീഷ് ചോദിക്കുന്നു, അറിയില്ലായിരുന്നെങ്കിൽ മിണ്ടാതെ വന്നാ പോരായിരുന്നു. ഒരു ബന്ധം ഇല്ലാത്ത ഒരാൾ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ എന്താ ഏതാന്നൊന്ന് ആലോചിക്കില്ലേ? നിധിയെ കുറിച്ചും എന്നെ കുറിച്ചും എന്തിനാവൻ ചോദിച്ചത്? അതിലൊരു സംശയം തോന്നിയില്ലേ? ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാം ചോദിച്ചതുപോലെയാണല്ലോ മൊത്തം പറഞ്ഞിട്ട് വന്നത്. കണ്ടു നിറങ്ങി സുഭാഷ് നിധിന്ന് വിളിക്കുമ്പോൾ നിധി പറയുകയാണ്, മതി സുഭാഷേട്ടാ, സുഭാഷേട്ടൻ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചു. അയാളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാനാകാതെ അപമാനിക്കപ്പെട്ട് വന്ന് നിൽക്കുകയാണ് ഞാൻ. എനിക്ക് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന സുഭാഷ് പറയുമ്പോൾ വേണ്ട സുഭാഷേട്ടാന്ന് പറഞ്ഞ് സുഭാഷിനെ തടഞ്ഞ് ദേഷ്യത്തോടു കൂടി
നിധി റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് വിഷമത്തോടു കൂടി നിധിന്ന് വിളിക്കുന്നുവെങ്കിലും തിരിഞ്ഞു നോക്കാതെ റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് നിധി. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കണ്ണു നിറങ്ങിയ ദേഷ്യത്തോടുകൂടി നിധി ബെഡിലേക്ക് ഇരിക്കുന്നു. തലയിൽ കൈവച്ച് ടെൻഷനോടുകൂടി നിൽക്കുന്ന സുധീഷിന്റെ കയ്യിലേക്ക് പിടിച്ച് സുഭാഷ് എടാ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുധീഷ് പറയുന്നു, എന്നെ തൊടരുത് സുഭാഷേട്ടാ, ഒരു വിവരമില്ലാത്തവനായി പോയല്ലോ സുഭാഷേട്ടൻ. നിധി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവള് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവൾക്ക് വേണ്ടി സംസാരിക്കും സുഭാഷേട്ടൻ. ഇന്ന് അവളെ വിഷമിപ്പിച്ചത് സുഭാഷേട്ടനാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതേ ഇല്ലടാ. വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, എന്റെ അടുത്തേക്ക് വരരുത്, മാറി പോകുന്നതാ നല്ലത്. അങ്ങനെ സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ കണ്ണു നിറങ്ങി നിൽക്കുകയാണ് സുഭാഷ്. ഭാസ്കരനും ഹരീഷും നികേഷും വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നു. ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ പറയുന്നു, 2 ദിവസത്തേക്ക് പോലും ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല. സമാധാനം വന്നു തുടങ്ങുമ്പോഴേക്കും അടിച്ചു പിരിയും. നിനക്കൊന്നും ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് ഓർക്കുകയാണ് നിധിയുടെ വാക്കുകൾ. ആ സിദ്ധാർത്ഥ് കുറച്ചു നാളായിട്ടേ ശരിയല്ല. എനിക്ക് ഒരുമാതിരിയുള്ള മെസ്സേജുകൾ അയക്കുക, സമ്മാനം തരുന്നു, ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്നു, അവനെ ടോർച്ചർ ചെയ്യുക. തുടർന്ന് സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ്. കണ്ണു നിറഞ്ഞ് ഹരീഷിന്റെ നികേഷിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, ഹരീഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. അന്ന് നിധി എന്തുകൊണ്ടാ സുധീഷിനെ കസിനാണെന്ന് പരിചയപ്പെടുത്തിയെന്ന് സിദ്ധാർത്ഥ് എന്നോട് ചോദിച്ചു. നിധി നുണ പറഞ്ഞതാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ച ഞാൻ അയാളോട് സത്യം പറഞ്ഞത്. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം വരെ പറയണമായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇല്ലടാ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ജീവിക്കാൻ അവര് തീരുമാനം എടുക്കും. ഈ കല്യാണം ശരിക്കുള്ള കല്യാണമായി മാറുമെന്നൊക്കെയാണ് ഞാൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞത്. എനിക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ സിദ്ധാർത്ഥിനോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊക്കെ വെച്ച് അവൻ നിധിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അയാളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഏട്ടത്തിയുടെ ബോസ് അല്ലേ അയാൾ. ഇതൊക്കെ അറിഞ്ഞാൽ അയാൾ ഏട്ടത്തിയെ എങ്ങനെയായിരിക്കും കാണുക എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാമായിരുന്നു. കരഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, തെറ്റാടാ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. നിധി പറഞ്ഞപ്പോഴാണ് ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് മനസ്സിലായത്. ഞാൻ ഇതെല്ലാം എങ്ങനെ ശരിയാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ സുഭാഷ് വിഷമത്തോടുകൂടി നിധിയുടെ റൂമിന്റെ അരികിലേക്ക് ചെന്ന വാതിലിൽ തട്ടി വിളിക്കുകയാണ്, നിധി മോളെ, നിധി കതക് തുറക്ക് പ്ലീസ് മോളെ. ഇത് കേട്ട് കണ്ണു നിറങ്ങിയ ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് നിധി. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്കും മോളെ, എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് നിധി. അങ്ങനെ സുഭാഷ് വാതിലിൽ തട്ടി വിളിക്കുകയാണ്. ഇത് കണ്ട് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് ഹരീഷും നികേഷും. ദേഷ്യത്തോടുകൂടി പുറത്തിരിക്കുന്ന സുധീഷും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിധി വാതില് തുറക്കുന്നില്ല. സുഭാഷ് കണ്ണു നിറങ്ങി ആലോചിച്ച് നിധിയുടെ റൂമിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് അവിനാഷിന്റെയും ചാന്ദിനിയുടെയും അരികിലേക്ക് വന്ന സുഭാഷ് കരഞ്ഞോണ്ട് പറയുന്നു, ഞാൻ വേണോന്ന് കരുതി പറഞ്ഞതല്ല. നിധിയുടെ ബോസ് ആണല്ലോ ആ സിദ്ധാർത്ഥ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. എന്താണെങ്കിലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പാവം നിധി ആ കുട്ടി വീട്ടിലേക്ക് വന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്താണെങ്കിലും അയാള് ചോദിച്ച ഉടനെ ഞാൻ എല്ലാം പറയാൻ പാടില്ലായിരുന്നു. അത് വെച്ച് അവൻ നിധിയോട് എന്തൊക്കെയാ പറഞ്ഞത്. അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്താ ഇങ്ങനെയായി പോയെന്നും എനിക്കറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ എല്ലാം പറയണമായിരുന്നു. ആ സിദ്ധാർത്ഥ നല്ലവനാണെന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം നിധിയാണ് വിഷമിക്കുന്നത്. എന്റെ ഭാഗത്ത് എല്ലാ തെറ്റും. നിധി ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ആ നിമിഷം താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അവിനാഷ് പറയുകയാണ്, സുഭാഷ് ഭയ്യ അത് വിട്. ചാന്ദിനി വിഷമത്തോടുകൂടി സുഭാഷിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്. കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുകയാണ്, നിധി ഇന്നേ വരെ ദേഷ്യപ്പെട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് വായി വന്നതൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തു വളർത്തിയ സുധീഷ് എന്നെ അടിക്കാനായി കൈ ഓങ്ങി. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സുധീഷ് അവരെ തല്ലാൻ ചെല്ലുമായിരുന്നു. ഇപ്പം ആ സുധീഷ് എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. ഭാര്യയോടുള്ള സ്നേഹം കാരണം അവൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ സിദ്ധാർത്ഥിനോട് അത് പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വേണമെന്ന് കരുതി ഞാൻ പറഞ്ഞതല്ല ചാന്ദിനി. എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു. എന്നെ ആരും വിശ്വസിച്ചില്ല. ഇതെല്ലാം കേട്ട് സുഭാഷിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ചാന്ദിനി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്